ഹായ്. ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം നമ്മുടെ ചങ്കെന്ന് കരുതിയവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒരാശ്വാസം കിട്ടാതെ പോയിട്ടുണ്ടോ? പിന്നീട് മാറി നിന്ന് ഇവരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുമായിരുന്നു എന്നറിയുമ്പോൾ ചങ്ക് തകർന്നു പോയിട്ടുള്ളവരാണോ നിങ്ങൾ? വല്ലാത്ത വേദനയിലും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിച്ചവരാണോ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നവർ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മാത്രം ആലോചിച്ചാൽ മതി, ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ഏതെല്ലാം ഹോസ്പിറ്റലുകൾ വരെ തള്ളിക്കളഞ്ഞതാണെങ്കിലും എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഒന്ന് വിശ്വസിച്ചിട്ട് ഒന്ന് സന്തോഷത്തോടെ ഒന്ന് തുള്ളിച്ചാടിക്കുക, ഒന്ന് പുഞ്ചിരിച്ച്. എന്തിനാണെന്നറിയാം? സ്വർഗം സന്തോഷിക്കും. ഒന്ന് സന്തോഷിച്ചിട്ട് പറഞ്ഞേ, അപ്പം ഈ ഒരു നിമിഷം എനിക്കെല്ലാം നന്ദി, ഇതുവരെ എന്നെ പൊന്നുപോലെ കാത്തതിന് നന്ദി, 1000 നന്ദി. ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നായിരുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. ഈ നിമിഷം എനിക്കറിയാം, ഇപ്പോൾ എനിക്കറിയാം. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും എന്നെ ഇങ്ങനെ സേഫായി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്ന്, എന്നെ നല്ല സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരെയൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ഈ നിമിഷം നമുക്ക് തന്ന എൻ്റെ പൊന്നു തമ്പുരാന് സ്തുതിച്ച് നന്ദിയോടെ ഒന്ന് ഓർത്തേ, ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കട്ടെ എന്ന്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ഇന്ന് മുതൽ നമുക്കങ്ങ് കൊടുത്തു തുടങ്ങാം. നമ്മിൽ ക്രിസ്തു ഉണ്ട്, നമ്മിലാണ് ക്രിസ്തു. അതുകൊണ്ട് നമ്മൾ സ്നേഹിച്ചോ, എല്ലാവരെയും അൺകണ്ടീഷണലായി, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചോ. നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളെ തേടി വരും. നമ്മൾ സന്തോഷത്തോടെ കൊടുത്താലല്ലേ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ വീട്ടിലൊരാൾ വന്നു, ഞാൻ സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചാലല്ലേ, എന്നിട്ട് പോകാൻ നേരത്ത് പറയില്ലേ ഇനി വരണം കേട്ടോ, ഇനി അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഇറങ്ങണം കേട്ടോ, ഉറപ്പായിട്ടും വരാമെന്ന് പറയില്ലേ. എല്ലാ കാര്യം ഇതുപോലെ സന്തോഷത്തോടെ കൊടുത്തേ. ആ സന്തോഷത്തോടെ കൊടുത്തെങ്കിലേ സന്തോഷത്തോടെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുവുള്ളൂ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. എല്ലാം മനസ്സ് നിറഞ്ഞ്, ഒരു പുഞ്ചിരി ആയിക്കോട്ടെ, അത് മനസ്സ് നിറഞ്ഞ് കൊടുക്ക്. അവർ മാറിക്കഴിയുമ്പോൾ കുറ്റം പറയരുത് കേട്ടോ. അത് നമ്മുടെ ബ്ലെസ്സിങ്ങിന് തടസ്സമാവും, നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തങ്ങ് നോക്കിക്കേ. രാവിലെ ഉഷാറായിട്ടിങ്ങിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.